അതായത് ഇന്ത്യൻ പത്രങ്ങളിലും ഗ്ലോബൽ ചില പത്രങ്ങളിലൊക്കെ വന്നത് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ MOU, അതായത് ഒരു രാജ്യത്തെ അടിച്ചു കഴിഞ്ഞ് ആ രാജ്യം സപ്പോർട്ട് ചെയ്യും, ഈ രാജ്യത്തെ അടിച്ചു കഴിഞ്ഞ് ആ രാജ്യം സപ്പോർട്ട് ചെയ്യും, അതേപോലുള്ള MOU സൗദി അറേബ്യയും പാകിസ്ഥാനും സൈൻ ചെയ്യുന്നു. പല ഇന്ത്യൻ മീഡിയയും പല എക്സ്പേർട്ടുകളൊക്കെ പറഞ്ഞത് എന്തുവാ, ഇത് ഇന്ത്യക്കെതിരെയാണ്. ബേസിക്കലി നമ്മളാണ് ഏറ്റവും വലിയ മണ്ടന്മാർ. അന്ന് പല ഗ്ലോബലായിട്ടുള്ള എക്സ്പേർട്ടുകൾ പറഞ്ഞ് ഇന്ത്യയുമായിട്ടൊന്നുമല്ല, കാരണം അമേരിക്കയുടെ ഏറ്റവും അടുത്ത രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ പാകിസ്ഥാനെ ഇൻസ്പയർ ചെയ്യുന്ന അമേരിക്ക തയ്യാറാവുന്നതുമില്ല. കാരണം അമേരിക്കയുടെ ഏറ്റവും ഏകദേശം $1 ട്രില്യന് മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലുണ്ട്. കാരണം ഇന്ത്യയുമായിട്ട് ട്രേഡ് കിടക്കുന്ന രാജ്യമാണ്, അമേരിക്കയുടെ ഹാർഡ്വെയർ മേടിക്കുന്ന രാജ്യമാണ്. ഇത് നേരത്തെ ഇറാനെതിരെയാണ് ബേസിക്കലി സൗദി അറേബ്യയും പാകിസ്ഥാൻ തമ്മിൽ സൈൻ ചെയ്യുന്ന MOU. അതാണ് ഈ പാകിസ്ഥാനെ മീഡിയേറ്ററായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ദലാൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് നമ്മളിപ്പം ചിന്തിക്കുന്നതല്ല, അതിനൊക്കെ വളരെ വർഷം മുമ്പ്, വളരെ കാലം മുമ്പ് അമേരിക്കൻ ഡിപ്ലോമാറ്റ്സും സ്ട്രാറ്റജിക് അനലിസ്റ്റും ഇതിനെ പലതും നോക്കി കാണുന്നുണ്ട്. എങ്ങനെയായിരിക്കണം ഇറാനെ കൈകാര്യം ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഏത് ആൾക്കാരെയും, ഇപ്പം അമേരിക്ക പറഞ്ഞാൽ കേൾക്കില്ല, പക്ഷേ സൗദി അറേബ്യ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ കേട്ടേ മതി. അതുകൊണ്ടാണ് സൈൻ ചെയ്യിപ്പിച്ചത്. അതിനകത്ത് പാകിസ്ഥാന് ബെനിഫിറ്റ് കിട്ടിയില്ല, കിട്ടി. ഏകദേശം 1.5 വർഷം ക്രെഡിറ്റ് ലൈൻ ഉണ്ടായിരുന്ന അവരുടെ ഓയിൽ, അതായത് സൗദി അറേബ്യ, അത് 10 വർഷമാക്കി കൊടുത്തു. മനസ്സിലാക്കുക, കഴിഞ്ഞ 1 മാസമായിട്ട് ഏകദേശം 7ഓളം പ്രാവശ്യമാണ് പാകിസ്ഥാനി ആർമി ചീഫ് അസിം മുനീർ സൗദി അറേബ്യയുടെ ഡിഫൻസ് മിനിസ്റ്ററെ കണ്ടിരിക്കുന്നത്. 7ഓളം പ്രാവശ്യം കഴിഞ്ഞ 1 മാസത്തിനിടയ്ക്ക്. അതേപോലെ തന്നെ UAEയുടെ പല സീനിയർ അഡ്മിനിസ്ട്രേഷൻ അവരും അസിം മുനീറുമായിട്ട് സംസാരിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യം, എന്തിനാണ് ഈ പാകിസ്ഥാനെ പിടിച്ചിട്ടേക്കുന്നത്? തമാശയില്ലയോ? അതിൻ്റെ അകത്ത് വലിയ തമാശയുള്ള രാജ്യമുണ്ട്. പാകിസ്ഥാന്, ഈജിപ്റ്റ്, ഈ രാജ്യങ്ങളെ മീഡിയേറ്ററായിട്ട് നിർത്താൻ വേണ്ടി എന്ത് റോളാണ് ഈജിപ്റ്റിനുള്ളത്? പാകിസ്ഥാൻ എന്ത് റോളാണ് ഉള്ളത്? ഇവിടെയാണ് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉറപ്പായിട്ടും പാകിസ്ഥാൻ ഇതിനകത്ത് ബെനിഫിറ്റ് ഉണ്ട്. അതായത് UAE ആണെങ്കിലും സൗദി ആണെങ്കിലും അമേരിക്ക പറഞ്ഞ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായം കിട്ടും. മനസ്സിലാക്കേണ്ട കീ പോയിന്റ് ഉണ്ട്. പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഏകദേശം 900 കിലോമീറ്റർ ബോർഡറാണ്.